Hello everyone, welcome to VK Vlogs. ആക്ച്വലി ഈ വീഡിയോ ചെയ്യാൻ കുറേ ദിവസമായിട്ട് ആലോചിക്കുകയായിരുന്നു. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ സമയം കിട്ടിയില്ല. ഒന്നാമത്തെ കാര്യം ഭയങ്കര തിരക്കായിരുന്നു, അവധിക്ക് പോകണമായിരുന്നു. അപ്പം കമ്പനി വക ഒത്തിരി വർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ചെയ്ത് കഴിയുമ്പോഴത്തേക്കും വീഡിയോ ഉണ്ടാക്കാനുള്ള സമയം കിട്ടിയില്ല. സത്യം പറഞ്ഞതാണ് അവസ്ഥ. പിന്നെ ഇപ്പം നമ്മൾ എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേളാങ്കണ്ണിയിലാണ്. അതിൻ്റെ വിശേഷവും ഞാൻ പറയാം. ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ അതിൻ്റെ വിശേഷവും ഞാൻ പറയാം. അതിനുള്ള കൂടുതൽ കാര്യങ്ങൾ ഞാൻ പറയാം. ഇനി വേളാങ്കണ്ണിക്ക് വരുന്ന ആൾക്കാരാണെങ്കിൽ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ വീഡിയോ കണ്ടിട്ട് വന്നോളൂ. കാരണം മുടിഞ്ഞ വിലയാണ് മുടിഞ്ഞ വില, തേണ്ടിപ്പോകും. നമ്മളുള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാര്യം സത്യമാണ്. നമ്മൾ വെള്ളം വാങ്ങിക്കുന്ന തൊട്ട് ഫുഡ് കഴിക്കുന്നവരെ കാശ് കൊടുക്കുന്ന വർത്തുണ്ടാകത്തില്ല. പിന്നെ അതുപോട്ടെ, അത് ഞാൻ പിന്നെ പറയാം. ഈ വീഡിയോൻ്റെ മെയിനായിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ന്യൂ ഇയർ ആഘോഷിച്ചായിരുന്നല്ലോ. അപ്പോൾ ആ ന്യൂ ഇയറിൻ്റെ കുറച്ച് വീഡിയോ ക്ലിപ്സും ഫോട്ടോസും, പിന്നെ ഈ വീട്ടിലിരുന്ന് നമ്മൾ എന്താ പറയുക, ന്യൂ ഇയർ ആഘോഷിക്കാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നു. വെളിയിൽ പോയി ക്രൗഡിൻ്റെ ഇടയ്ക്ക് പോയി ഇഷ്ടപ്പെടാത്ത ആൾക്കാരൊക്കെ ആണെങ്കിൽ അവർക്കൊക്കെ ഈ വീഡിയോ ഒരു സാമ്പിളാണ്. പിന്നെ അതുമല്ല, ഇങ്ങനെയൊക്കെയാണ് ഒരു ന്യൂ ഇയർ ആഘോഷിക്കേണ്ടത്. ഇങ്ങനെയൊക്കെ ഒരു ഫണ്ണാണ്, ഇതൊക്കെ ഒരു ഫണ്ണാണ്. കാരണം ഇതിൻ്റെ മേളിൽ നമുക്ക് ന്യൂ ഇയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 3000-4000 ദിറംസ് ചിലവാക്കി അവിടെ റിസോർട്ടിലൊക്കെ പോയി അടിച്ചു പൊളിച്ച് പിറ്റേ ദിവസം പനിയും പിടിച്ച് ചൊറിയും കുത്തിയും കിടക്കുന്നേക്കാൾ നല്ലതാണ് ഒരു റൂമെടുത്ത് നമ്മൾ നമ്മുടെ ഫാമിലിയും നമ്മുടെ ഫാമിലി ഫ്രണ്ട്സും കൂടെ ഇരുന്ന് അടിച്ച് പൊളിച്ച് ഒരു പനിയും ഇല്ലാണ്ട് പിറ്റേ ദിവസം ജോലിക്ക് മര്യാദയ്ക്ക് ജോലിയും പോയി അന്നത്തെ ജോലീൻ്റെ കാശും കട്ട് ചെയ്യാതെ മര്യാദയ്ക്ക് വീട്ടിൽ വന്നിരിക്കുന്നതാണ് ന്യൂ ഇയറിൻ്റെ പരിപാടി. അപ്പം ഞാൻ ഈ ന്യൂ ഇയറിനുള്ള എന്താ പറയുക, ചെറിയൊരു വീഡിയോ ക്ലിപ്പാണ്. അങ്ങനെ പ്രത്യേകിച്ച് കുറച്ച് ഫണ്ണൊക്കെ ഉണ്ടായിരുന്നു, കുറച്ച് പാർട്ടിയൊക്കെ ചെയ്തു, അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ കണ്ടു നോക്കി, ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻ്റ് ഇടുക. പിന്നെ ഇങ്ങനെയൊക്കെ സബ്സ്ക്രൈബ്, കമൻറ്റും പിന്നെ ലൈക്കൊക്കെ ചെയ്യുമ്പോഴാണല്ലോ നമുക്കൊരു പ്രചോദനം കിട്ടുന്നത്. അപ്പം ഇനിയൊരു വീഡിയോസ് ഉണ്ടാക്കാനുള്ള. അപ്പം സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടിലേക്ക് നമുക്കൊന്നും ഇല്ലല്ലോ. അപ്പം വീഡിയോയിലേക്ക് പോകാം. ഇറക്കി തറാന്റെ കുഞ്ഞൊക്കെ കൊടുത്തു കുഞ്ഞുന്നുണ്ടല്ലോ മൊത്തത്തില്. നീ മാനേജ് ചെയ്യാൻ കബോർഡ് അടക്കി ഇല്ല, ഡ്രസ്സിന്റെ ഒക്കെ ഫോട്ടോ കൂടെ ഇത് വലിയ ലേസ് നെറ്റ് മാത്രമാണ്. അതല്ലേ, പക്ഷേ യൂട്യൂബിലാണ് ജയിലിൽ പിടിച്ചോണ്ടിരിക്കത്തില്ലേ.
നമ്മൾ ദംഷറാസ് കളിക്കാൻ വേണ്ടി തുടങ്ങി വെച്ചതാണ്. നോക്കി കേട്ടോ. मैं एक हिंदू एक वो हीरो कौन है एक हिंदी अदा होती हार्ड नो काम वो हीरो जो है एक मूवी है जिसमें वो उसको बीवी को बहुत मारता है लेकिन लास्ट में बीवी भी उसको बहुत मारती है लेकिन दैट इज नॉट द मूवी बट दैट इज नॉट द मूवी आ मूवी अल्ल ആ നടനല്ലേ അതില് ആ ന്യൂഇയറിന്റെ പാർട്ടി ഇപ്പം നടക്കുന്ന നമ്മുടെ ന്യൂ ഇയറിന്റെ പാർട്ടിയാണ്. കേക്ക് കട്ടിംഗ് സെറമണിയാണ്. കണ്ടു നോക്ക്. ഹലോ ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. കേക്ക് കട്ടിംഗ് വീഡിയോ കോളാണ്. വീഡിയോ കോൾ വരുന്നോ? ഒരു മിനിറ്റ് ഞാൻ കേക്ക് ഒന്ന് കട്ടിട്ടെ. വീഡിയോ സെറ്റാണ്. Okay, love you. Happy New Year, guys. Happy New Year. Wish you Happy New Year. Okay, Happy New Year. Happy New Year. Okay, Happy New Year. Happy New Year. Okay. Happy New Year. Happy New Year. Happy New Year. അല്ല ഹാപ്പി കൊണ്ടുവന്ന കേക്ക് എനിക്ക് ഈ പൂ വേണം. എനിക്ക് അതാ എല്ലാവരും നീതുമോളതാ ഇരുന്ന് കുടിക്കുന്നു, കള്ളു കുടിക്കുന്നു. ഷിബിനതാ കുടിക്കുന്നു. അതാ അക്ഷയ് ഭാവി അതാ സ്പ്രൈറ്റില് മറ്റേ ജ്യൂസ് ഒഴിച്ച് വോഡ്ക ഒഴിച്ച് അടിക്കുന്നു. ആൽഫിൻ ഇതാ അവിടെ ബീറിന്റെ കുപ്പിയിൽ വെള്ളം ചേർത്ത് അടിക്കുന്നു. അതേപോലെ ഞാനിതാ വെള്ളം മാത്രം കുടിക്കുന്നു. ഓക്കെ, പിന്നെ ഒറ്റ മിനിറ്റ് 104 ദിവസം കഴിഞ്ഞ് കല്യാണം കഴിക്കാൻ ചെറുക്കൻ ചായ കുടിക്കുന്നു. അതും പതന്ന ചായ. ജനുവരി 1-ാം തീയതിക്കുള്ള പാർട്ടിയും കഴിഞ്ഞ് രാത്രിയുള്ള പാർട്ടിയും കഴിഞ്ഞ് ഞങ്ങൾ പിറ്റേ ദിവസം പോയതെന്ന് വെച്ചാൽ നമ്മുടെ സ്വന്തം ദിലീപേട്ടൻ്റെ കടയിലേക്കാണ്. ദേപ്പുട്ട് എന്ന് പറഞ്ഞ ദുബായ് ബ്രാഞ്ചിലേക്ക്. അവിടെ ചെന്ന ഒരു വൻ മീലായിരുന്നു. എന്ന് വെച്ചാൽ ഉച്ചമീൽ ഒരു അടിപൊളിയായിരുന്നു. നെയ്മീനടക്കം നെയ്മീൻ പൊള്ളിച്ചതും പിന്നെ മത്തി ചാളയും ഫ്രൈ അടിച്ചതും ഒന്നും പറയണ്ട. അപ്പം കാണിച്ചു തരാം ആ ഫുഡിൻ്റെ ഒക്കെ ഒരു കടപ്പേഷയൊക്കെ. ഇതേ വരുന്നു നമ്മുടെ ഷിബിൻ ബ്രോൻ്റെ അടുത്തിരിക്കുന്ന ഫുഡ് കണ്ടില്ല. ഇതെല്ലാം കഴിഞ്ഞ് ഒരു പായസമൊക്കെ വയറ്റിലേക്ക് തള്ളി കഴിഞ്ഞപ്പോഴേക്കും ഉഷാലായി. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യുക, സ്നേഹം തരിക. അപ്പം ശരി, പോട്ടെ. താങ്ക് യു.